ഹായ് ഫ്രണ്ട്സ്, നമ്മൾ തൊട്ടു മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ 600 രൂപ ഉണ്ടെങ്കിൽ ഒരു വെബ്സൈറ്റ് നിർമ്മിച്ചെടുക്കാമെന്ന് നമ്മൾ പറയുന്നുണ്ടായിരുന്നു, ഒരു ബ്ലോഗർ പ്ലാറ്റ്ഫോമിൽ. അപ്പം നിങ്ങൾ വിചാരിക്കും അതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള വെബ്സൈറ്റ് എന്ന്. അതിനകത്ത് തന്നെ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്, വലിയ സ്ഥാപനങ്ങൾക്ക് ഒന്നും മറ്റത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളത്. അവിടെ തന്നെ ഞാൻ പറയുന്നുണ്ടായിരുന്നു വേഡ്പ്രസിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് വേഡ്പ്രസ് എന്നുള്ളത്. ഈ ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഒരുപക്ഷെ അറിയായിരിക്കും, എന്നാൽ സാധാരണക്കാർക്ക് അറിയില്ലായിരിക്കും. അപ്പൊ ഇവിടെ ഞാൻ ഈ വീഡിയോയിൽ വേഡ്പ്രസിനെ കുറിച്ചും അതിന്റെ ഒരു എന്തുകൊണ്ട് നമ്മൾ വേഡ്പ്രസ് ഓപ്റ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊന്ന് പറയുകയാണ്. അതിനകത്ത് ആദ്യം തന്നെ പറയട്ടെ, ഈ വേഡ്പ്രസ് എന്ന് പറയുന്നത് ഒരു കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ വേഡ്പ്രസ് എന്ന് പറയുന്നത്. അത് തികച്ചും ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോമാണ്. ഏകദേശം വെബ് ലോകത്ത് ഏകദേശം 60% വെബ്സൈറ്റുകൾ ഇപ്പൊ തന്നെ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ പ്ലാറ്റ്ഫോമിലാണ്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ വേഡ്പ്രസിൽ ഒരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഫുൾ കൺട്രോൾ നമുക്കായിരിക്കും. അതിന്റെ കണ്ടന്റിന്മേലുള്ള ഫുൾ കൺട്രോൾ നമുക്കായിരിക്കും. നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ആ കണ്ടന്റിൽ ചെയ്യാം. പക്ഷെ ബ്ലോഗറിൽ അങ്ങനെ അത് സാധ്യമല്ല. അതുപോലെ തന്നെ അൺലിമിറ്റഡ് ആയിട്ടുള്ള സ്കോപ്പാണ് ഇത് തരുന്നത്. ചെറിയ സ്ഥാപനത്തിനാണെങ്കിലും വലിയ സ്ഥാപനത്തിനാണെങ്കിലും ഏത് തരത്തിലുള്ള സ്ഥാപനങ്ങൾക്കും നമുക്ക് ഈ വെബ്സൈറ്റ്, നമുക്ക് ഈ വേഡ്പ്രസിൽ ഹോസ്റ്റ് ചെയ്ത വെബ്സൈറ്റ് നമുക്ക് നിർമ്മിച്ചെടുക്കാനായിട്ട് കഴിയും. പിന്നെ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള ഇൻസ്റ്റലേഷനും അതിന്റെ സെറ്റപ്പുമാണ്. വൺ ക്ലിക്ക് ഇൻസ്റ്റലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പല ഹോസ്റ്റിംഗ് കമ്പനികളും നമ്മൾ കൊടുക്കുന്നുണ്ട് വേഡ്പ്രസിന്റെ കാര്യം. അപ്പൊ നമുക്ക് വളരെ എളുപ്പം, ഏറ്റവും ബേസിക് ആയിട്ടുള്ള നോളജ് ഉള്ള ഒരാൾക്കും അത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പ്രത്യേകിച്ച് പ്രോഗ്രാമിംഗ് നോളജോ അല്ലെങ്കിൽ മറ്റു കോഡിങ്ങിനെ കുറിച്ചുള്ള അറിവോ ഒന്നും വേണ്ട നമുക്ക് വേഡ്പ്രസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഈ വേഡ്പ്രസിനെ പല രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതിന് പ്ലഗിൻസ് എന്നാണ് പറയുന്നത്. ഈ പ്ലഗിൻസ് ഉപയോഗിച്ചിട്ട് ഏത് ബേസിക് നോളജ് ഉള്ള ഒരാൾക്കും പല ഫീച്ചേഴ്സ് അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും, പല രീതിയിൽ അതിനെ മാറ്റിയെടുക്കാൻ പറ്റും. ഇതിനെല്ലാം പ്ലഗിൻസ് ഉണ്ട്. അത് നമുക്ക് ഈ വേഡ്പ്രസിന് സാധ്യമാകുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് എസ്ഇഒയുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് വളരെ എളുപ്പമായിട്ട് നമുക്ക് എസ്ഇഒ വർക്കുകൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അതിനും പ്ലഗിൻസ് ഉണ്ട്. അതുപോലെ തന്നെ എസ്ഇഒ വർക്കുകൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിനകത്ത് ഈ വേഡ്പ്രസിനകത്ത് നമുക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. പിന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പോർട്ടബിലിറ്റി ആണ്. ഈ പോർട്ടബിലിറ്റി മീൻസ് നമുക്ക് വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ വേഡ്പ്രസിനെ അല്ലെങ്കിൽ ഈ ഒരു വേഡ്പ്രസിൽ നമുക്ക് ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വെബ്സൈറ്റിനെ വളരെ വേഗം മറ്റൊരു ഹോസ്റ്റിലേക്ക് മാറ്റുകയോ അതല്ലാന്നുണ്ടെങ്കിൽ മോഡിഫിക്കേഷൻ നടത്തുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഒരു ഹോസ്റ്റിൽ നിന്ന് മറ്റൊരു ഹോസ്റ്റിലേക്ക് അങ്ങ് മാറ്റുന്ന സമയത്ത് വളരെ വലിയ പണിയൊന്നും ചെയ്യേണ്ടി വരുന്നില്ല, നമ്മൾ വേഡ്പ്രസിലാണത് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ. അതുപോലെ തന്നെ എന്ന് പറയുന്നത് ഇതിന്റെ ഏറ്റവും വലിയൊരു മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു സപ്പോർട്ട് ടീമാണ്. അതായത് ഒരു വേൾഡ് ക്ലാസ് സപ്പോർട്ട് ഫോറം തന്നെ ഇതിനകത്തുണ്ട്. ആ ഫോറത്തിൽ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാം. നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന എന്ത് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അതിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ അടിക്കടി വരുന്ന അപ്ഡേറ്റുകൾ, പുതിയ പുതിയ ഫീച്ചേഴ്സ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അപ്ഡേറ്റുകൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, വരുന്നുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ടെംപ്ലേറ്റുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. വേഡ്പ്രസിലുള്ള ഫ്രീ ആയിട്ടുള്ളതുണ്ട്, പെയ്ഡ് ഉണ്ട്. ഒരുപാട് സാധ്യതകൾ നമുക്ക് വളരെ മനോഹരമായ വെബ്സൈറ്റുകൾ നമുക്ക് ഈ വേഡ്പ്രസിൽ നമുക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് ഈ വേഡ്പ്രസ് ഒരു ഫ്രീ പ്ലാറ്റ്ഫോം ആണെന്ന് കേൾക്കുമ്പോൾ വിചാരിക്കരുത് ഇത് നമുക്കൊരു ഫ്രീ ആയിട്ടൊരു വെബ്സൈറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അത് പറ്റില്ല. ഇതൊരു പ്ലാറ്റ്ഫോം മാത്രമാണ് ഫ്രീ. പക്ഷെ നമുക്ക് ഹോസ്റ്റിന് നമ്മൾ ക്യാഷ് മുടക്കേണ്ടതായിട്ട് വരും. അതിനാണ് ഈ സെൽഫ് ഹോസ്റ്റഡ് ബ്ലോഗ് എന്ന് പറയുന്നത്. സെൽഫ് ഹോസ്റ്റഡ് വേഡ്പ്രസ് ബ്ലോഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഹോസ്റ്റിംഗ് നമ്മൾ കടമെടുക്കണം. പക്ഷെ നമുക്ക് ആ പ്ലാറ്റ്ഫോം നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതൊക്കെ പറയുമ്പോൾ തന്നെ വേഡ്പ്രസിന് ചില ന്യൂനതകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് സെക്യൂരിറ്റിയാണ്. ശരിക്കും പറഞ്ഞാൽ സെക്യൂരിറ്റി ത്രെഡ്സ് വളരെ കൂടുതലാണ് ഈ വേഡ്പ്രസ് സൈറ്റുകൾ. കാര്യം അതിന്റെ സിംപ്ലിസിറ്റി കൊണ്ട് തന്നെ ആകാം അത് കൂടുതൽ വരും. അതുകൊണ്ട് തന്നെ അത് നമ്മൾ സ്വന്തം രീതിയിൽ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അതിന് വളരെ പ്ലഗിൻസ് ഒക്കെ ഉണ്ട് അത് ചെയ്യാനായിട്ട്. പക്ഷെ അത് ആ ഭാഗം നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ത്രെട്ടുകൾ വളരെ ഈ പറയുന്ന പോലെ ഇതിനെ നമ്മുടെ സൈറ്റിനെ ബാധിച്ചേക്കാം. അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് വേഡ്പ്രസ് സൈറ്റ് ഹോസ്റ്റ് ചെയ്യുന്നതെന്നോ അത് ഏറ്റവും മിനിമം പ്ലഗിനിൽ എങ്ങനെ വർക്ക് ചെയ്യും, ഏതൊക്കെ പ്ലഗിൻസ് നമുക്ക് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനൊരു തുടർന്നുള്ള വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഏറ്റവും മിനിമം പ്ലഗിൻസ് വേണ്ടുന്നത് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ സെക്യൂരിറ്റിക്ക് വേണ്ടി അതല്ലെങ്കിൽ ഒപ്റ്റിമൈസേഷന് വേണ്ടി ഏറ്റവും മിനിമം പ്ലഗിൻസ് വെച്ചിട്ട് നമുക്കൊരു നല്ല വെബ്സൈറ്റ് എങ്ങനെ ചെയ്യാന്നുള്ളതിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം ബ്ലോഗറിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമുക്ക് സെക്യൂരിറ്റിയെ കുറിച്ച് നമുക്ക് ഒരു കൺസേണിന്റെ ആവശ്യമില്ല. കാര്യം അത് ഗൂഗിൾ നോക്കിക്കോളുമായിരുന്നു. അപ്പം എന്തായാലും തുടർന്നുള്ള വീഡിയോകൾ എല്ലാവരും കാണണം.
വേർഡ്പ്രസിനെ കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ഐക്കൺ അമർത്തണം. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ.